ആറ്റക്കിന്റെ റിസൾട്ട് കൂടി വരുന്നത് 11 മുതൽ ഇത് ജമ്മു കാശ്മീരാണോ അതോ ഹരിയാനയാണോ? ജമ്മു കാശ്മീരാണ്. അവിടെ NC കോൺഗ്രസ് സഖ്യത്തിന് 11 മുതൽ 15 വരെ, അവിടെ BJPക്ക് 27 മുതൽ 31 സീറ്റ് വരെ എന്ന ആറ്റക്കിന്റെ സർവേ പറയുന്നത് അവിടെ ജമ്മു കാശ്മീരിൽ BJP നേട്ടമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. NC നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന് 11 മുതൽ 15 സീറ്റുകൾ വരെ മാത്രമേ നേടാൻ കഴിയുന്നുള്ളൂ എന്ന് പറയുന്നു. 27 മുതൽ 15 സീറ്റുകൾ വരെ നേടിക്കൊണ്ട് BJP ജമ്മു കാശ്മീരിന്റെ അധികാരത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ആറ്റക്കിന്റെ ഈ സർവേ ഫലങ്ങൾ നൽകുന്ന സൂചന. മറ്റ് പാർട്ടികൾ അവിടെ PDP അടക്കമുള്ള PDPക്ക് ഒരുപാട് ക്ഷയിച്ചു. അവിടെ PDPയിൽ ആളുകൾ പോവുകയും അപ്പിനി പാർട്ടി എന്ന പുതിയ പാർട്ടി ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. 0 മുതൽ 2 സീറ്റുകൾ വരെ മാത്രം PDPക്ക് നേടാൻ കഴിയുന്നു. മറ്റുള്ളവർ 1. ഈ പറയുന്ന ആറ്റക്കിന്റെ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആദ്യ സർവേ അതുമാത്രമാണ്. ജമ്മു കാശ്മീരിന്റെ ഗുലിസ്ഥാൻ ന്യൂസ് സീറ്റ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന സാധനം വരുന്നു. അത് അവിടെയും BJPക്ക് 28 മുതൽ 30 സീറ്റ് വരെ എന്ന് പറയുന്ന റിപ്പബ്ലിക്കിന്റെ അത് സർവേ ആണോ സീറ്റ് പ്രൊജക്ഷൻ മാത്രമാണോ എന്നറിയില്ല. എന്തായാലും ഗുലിസ്ഥാൻ ന്യൂസ് സീറ്റ് പ്രൊജക്ഷൻ പറഞ്ഞ് 28 മുതൽ 30 സീറ്റ് വരെ BJPക്ക് അവിടെ കിട്ടുന്നു. കോൺഗ്രസിന് 3 മുതൽ 6 സീറ്റ് വരെ, NC സഖ്യത്തിന് 28 മുതൽ 30 വരെ എന്ന് പറഞ്ഞാൽ ആ സീറ്റ് പ്രൊജക്ഷൻ പ്രകാരം ഇഞ്ചോടിഞ്ച് കട്ടക്കട്ടയാണ് ജമ്മു കാശ്മീരിൽ. NC കോൺഗ്രസ് സഖ്യമായിരുന്നു. NC കോൺഗ്രസ് സഖ്യത്തിന് എല്ലാം കൂടെ ചേർത്ത് 10, 36 അല്ലെങ്കിൽ 33, 36 വരെ സീറ്റുകൾ കിട്ടുന്നു. 28 മുതൽ 30 സീറ്റ് വരെ അവിടെ ഈ പറഞ്ഞ ഗുലിസ്ഥാൻ സീറ്റ് പ്രൊജക്ഷൻ പ്രകാരം ജമ്മു കാശ്മീരിൽ ഇഞ്ചോടിഞ്ചാണ്. ഹരിയാന പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്. BJP 25 മുതലാണ് BJPയുടെ സീറ്റ്. കോൺഗ്രസിന് ഏതാണ്ട് ഒരു 40 സീറ്റിന് മുകളിലാണ്. അല്പസമയത്തിനകം നമുക്ക് ആ റിസൾട്ട് കാണിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഒരു വിവരം, അതായത് ഇത് ഇന്ത്യ ടുഡേ ആണ്, സി വോട്ടറാണ് ഇത്തവണ ഇന്ത്യ ടുഡേക്ക് വേണ്ടി സർവേ നടത്തുന്നത്. സാധാരണ ഇന്ത്യ ടുഡേ മൈ ഇന്ത്യ ആക്സസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടത്. കഴിഞ്ഞ തവണ മൈ ഇന്ത്യ ആക്സസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 400 സീറ്റ് എന്ന വമ്പൻ പ്രൊഡക്ഷൻ നടത്തി പൊളിഞ്ഞു പോയ ഒരു അവസ്ഥയുണ്ട്. അത് ഇത്തവണ സി വോട്ടറാണ്. അതിൽ ജമ്മു മേഖലയിൽ, അതായത് 43 സീറ്റാണ് ജമ്മു മേഖലയിൽ ഉള്ളത്. അതിൽ 27 മുതൽ 31 സീറ്റുകൾ വരെ BJPക്ക് കിട്ടാം. 11 മുതൽ 15 സീറ്റുകൾ വരെ നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന് കിട്ടാം. PDPക്ക് 0 മുതൽ 2, മറ്റുള്ളവർക്ക് 1. അതായത് ജമ്മു കാശ്മീരിൽ നമുക്കറിയാം ജമ്മു മേഖലയാണ് BJPയുടെ ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ 43 സീറ്റ് ജമ്മു മേഖലയിലും, വാലിയിൽ 47, അങ്ങനെ 90 സീറ്റാണ് അവിടെ കാശ്മീരിലുള്ളത്. അതിൽ ജമ്മു മേഖലയിൽ BJPക്ക് അതിൻ്റെ സ്ട്രോങ് ഹോൾഡുകളിൽ സ്വാധീനമുണ്ട് എന്നതാണ് ഈ സി വോട്ടറിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒരു ഹങ് അസംബ്ലി ആവാനുള്ള സാധ്യത ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ ഉണ്ട് എന്നതുകൂടി ജമ്മുവിലെ റീജിയനിലെ കണക്കുകൾ വരുമ്പോൾ വ്യക്തമാവുന്നത്. ഇപ്പോൾ 30 സീറ്റ് BJP ക്രോസ് ചെയ്താൽ 15 സീറ്റ് വാലിയിൽ നിന്ന് BJPക്ക് കിട്ടേണ്ടതുണ്ട്. അതിനുള്ള സാധ്യത കുറവാണ്. എന്തായാലും അവിടെ ഒരു ഹങ് അസംബ്ലി ആയിരിക്കും. എഞ്ചിനീയർ റഷീദ്, നമുക്കറിയാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമർ അബ്ദുള്ളയെ ജയിലിൽ കിടന്ന് മത്സരിച്ച് എഞ്ചിനീയർ റഷീദ് പരാജയപ്പെടുത്തിയതാണ്ട് 3 ലക്ഷത്തിനടുത്ത വോട്ടിനാണ്. രാജ്യം ഒരു പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ റിസൾട്ട് ആയിരുന്നു അന്ന് ഒമർ അബ്ദുള്ളയുടെ റിസൾട്ട് കണ്ടത്. ഒമർ അബ്ദുള്ള എന്ന് പറയുന്ന ജമ്മു കാശ്മീരിലെ കരുത്തനായ നേതാവിനെ ഏതാണ്ട് 2.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിലിൽ കിടന്ന് മത്സരിച്ച എഞ്ചിനീയർ റഷീദ് പരാജയപ്പെടുത്തിയാണ്. ഇത്തവണ എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടി മത്സരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, കശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. അവർ സംയുക്തമായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട്. അവർക്ക് പിന്നിൽ BJP ആണ് എന്ന് കോൺഗ്രസിന്റെയും PDPയുടെയും നാഷണൽ കോൺഫറൻസിന്റെയും ആരോപണങ്ങളുണ്ട്. അവർക്ക് ഫണ്ട് ചെയ്യുന്നത് BJP ആണെന്നുള്ള വിമർശനമൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ജമ്മു മേഖലയിലെ കണക്കുകൾ BJPക്ക് ഏതാണ്ട് 31 സീറ്റുകൾ വരെ, 27 മുതൽ 31 സീറ്റുകൾ വരെ കിട്ടാമെന്ന് പറയുന്ന ഒരു കണക്ക് വരുന്നത്. ഏതായാലും ജമ്മു കാശ്മീരിലെ റിസൾട്ട് കുറച്ച് കൗതുകമുള്ളതാകുമെന്ന് തോന്നുന്നു. കൗണ്ടിംഗ് ഡേയിൽ അവിടെ കോൺഗ്രസിന് NC നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന് മാക്സിമം 15, കുറഞ്ഞത് 11 ആ മട്ടിലാണ്. BJPക്ക് കുറഞ്ഞത് 27, കൂടുതൽ 30.